ഇന്ന് നമുക്ക് ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് അപ്പം എൻ്റെ സിനിമയ്ക്ക് പോയേക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവാൻ പോകാൻ കേട്ടോ. ചില പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് എന്തിട്ടാലും ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ ഡ്രസ്സാന്ന് എനിക്ക് തന്നെ അറിയാം. ഡ്രസ്സ് ഇവിടെ മാറാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങോട്ട് കൺഫേം ആക്കിയിട്ട് അങ്ങനെ സ്പ്രേ അടിച്ച് കഴിച്ചിട്ട് നമ്മൾ പോകും. ഇറങ്ങിയ സമയത്ത് റോഡ് ഫുള്ള് പശുവും ആടും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് കൊച്ചി തന്നെയാണോന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയിട്ട് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് ഇതാ ചേട്ടൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഒബ്സഷൻ മൂവി കാണാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ട് രണ്ട് റീൽ കാണാൻ എടുത്തപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. എന്റെ സങ്കടം മാറ്റാൻ പിന്നെ നമ്മളൊരു പോപ്കോൺ വാങ്ങിച്ചിട്ട് അകത്ത് കയറി കേട്ടോ. പോപ്കോൺ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇതങ്ങ് തിന്ന് തീർത്തു കേട്ടോ. ഇന്റർവെലൊക്കെ ആയപ്പോൾ തണുത്ത് മരവിച്ചപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. സിനിമയൊക്കെ കണ്ടിറങ്ങി നമ്മൾ നേരെ പോയത് വിശാൽ മാർട്ടിലോട്ടാണ്. അവിടെ പിന്നെ കുറേ ഡ്രസ്സിന് കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ ചുമ്മാ ഇട്ട് നോക്കി. പക്ഷെ നമ്മൾ അവിടെ നിന്നും വാങ്ങിച്ചില്ല കേട്ടോ. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നേ. പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയും പൊട്ടിച്ച് നോക്കാൻ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം പിന്നെ നിങ്ങൾ പൊട്ടിച്ച് നോക്കിയേ. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അതൊക്കെ കണ്ട ആക്രമണത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തതിന്റെ ഒരേ ഒരു കാരണം ഇതാണ് കേട്ടോ. ഫുഡ് കറക്റ്റായിട്ട് പ്രോപ്പർ ആവുന്നില്ല. പിന്നെ വീട്ടിൽ വിളിച്ച് കരച്ചിലായതുകൊണ്ട് ഒരു പെട്ടി സാധനങ്ങളാണ് കേട്ടോ കൊടുത്തു. അങ്ങനെ പിന്നെ അൺലോഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ പിന്നെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അപ്പം ആസ്വദിച്ച് കഴിക്കാനൊക്കെ അങ്ങ് വിട്ടുപോയിട്ട് എനിക്ക് പെട്ടിക്കകത്തുള്ള കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങ് കൊതിയായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാട്ടോ, ഇന്നൊരു ദിവസം കൊണ്ട് ഇത് മൊത്തം തിന്ന് തീർക്കണ്ട എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ തിന്ന് തീർക്കുന്നില്ല. അപ്പം എന്തായാലും ഇത്ര ഉള്ളൂ. ബൈ.